Hello everyone, welcome back to Silent Learning. It's me Jamshad, a prescription for life. നമ്മുടെ ജെറോമിന്റെ ഒരു കിടിലൻ ചാപ്റ്റർ ആണ് ഇത്തവണത്തെ ഓണം എക്സാമിന് ഉറപ്പായിട്ടും നമ്മുടെ സിലബസിലുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ഓണം എക്സാമിന്റെ സിലബസ് ഏതെന്ന് അറിയണ്ടേ? യെസ്, നോക്കാം. ഏതായാലും പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മുടെ ഓണം എക്സാമിനുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് സെറ്റ് ആക്കാനാണ് ഈ ഒരു വീഡിയോ. സോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലത്തെ ധാരാളം വീഡിയോസും നമ്മുടെ മാരത്തോൺ ലൈവുകളും ലൈവ് സെഷൻസും കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ പോകുന്നു പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാപ്റ്റർ സമ്മറിയിലേക്ക് നോക്കാം. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദ നരേറ്റർ വിസിറ്റ്സ് ദ ബ്രിട്ടീഷ് മ്യൂസിയം. ഇതാണ് നമ്മുടെ നരേറ്റർ ജെറോം കെ ജെറോം. മൂപ്പർ എന്താക്കുന്നു? ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് പോകുന്നു. അതൊരു ലൈബ്രറിയാണ്. ഓക്കെ, ടു റിസർച്ച് ഹേ ഫീവർ. അയാൾക്കൊരു ഹേ ഫീവർ ഉണ്ട്. ഹേ ഫീവർ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ആ അസുഖത്തെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടി, അസുഖം ഉണ്ടെന്ന് അയാൾക്ക് ഉറപ്പില്ല കേട്ടോ, അയാൾക്ക് തോന്നുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട്, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഹേ ഫീവർ ആയിരിക്കും, അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് പോകുന്നു. ബട്ട് ends up reading about many diseases in a medical encyclopedia. ഇതൊരു മെഡിക്കൽ എൻസൈക്ലോപീഡിയ ആണ്. അതായത് എല്ലാ അസുഖത്തെ പറ്റിയിട്ടും എഴുതി വെച്ചിട്ടുള്ള ഒരു ബുക്ക്, അതാണ് മെഡിക്കൽ എൻസൈക്ലോപീഡിയ. ആ മെഡിക്കൽ എൻസൈക്ലോപീഡിയയിൽ A to Z വരെയുള്ള എല്ലാ അസുഖവും ഇങ്ങനെ അടുത്ത അസുഖം അങ്ങനെ എല്ലാ അസുഖത്തെ പറ്റി ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു. ആസ് ഹി റീഡ്സ്, അദ്ദേഹം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ he starts believing he has every disease listed from typhoid to cholera. നോക്കുന്ന സമയത്ത് ടൈഫോയിഡ് മുതൽ കോളറ വരെയുള്ള എല്ലാ അസുഖങ്ങളുടെയും സിംറ്റംസ് അയാൾക്കുണ്ട്. ആ അസുഖത്തിൻ്റെ ഒക്കെ ആ ലക്ഷണങ്ങൾ അയാൾക്കുണ്ട്. അപ്പം അയാൾ മനസ്സിലാക്കി എനിക്ക് ഈ പറഞ്ഞ എല്ലാ അസുഖവും ഉണ്ടല്ലോ, ഞാനിത് വടിയാവാൻ പോകുന്നു അല്ലേ. എക്സെപ്റ്റ് ഹൗസ് മെയ്ഡ്സ് നീ. ഹൗസ് മെയ്ഡ്സ് നീ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അതായത് നമ്മുടെ കാലിൻ്റെ മുട്ടില്ലേ, ആ കാലിൻ്റെ മുട്ടുമേലൊരു മുഴ വരും, അങ്ങനെ ഒരു അസുഖമാണ്. ഈ അസുഖം അല്ലാത്ത എല്ലാ അസുഖവും അയാൾക്കുണ്ട് എന്ന് അയാൾ നോക്കി. ഒരു ബുക്ക് കൂടെ വായിച്ചു നോക്കുമ്പോൾ അതിലുള്ള അസുഖങ്ങളെ പറ്റി അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ ഇതിലുള്ള എല്ലാ അസുഖവും എനിക്കുണ്ട്, ഈ ഒരു അസുഖം ഒഴികെ. ഏതാ അസുഖം? ഹൗസ് മെയ്ഡ്സ് നീ എന്ന് പറയുന്ന അസുഖമല്ലാത്ത എല്ലാ അസുഖവും എനിക്ക് ഉണ്ട് എന്ന് അയാൾ മനസ്സിലാക്കി. വിച്ച് അപ്സെറ്റ്സ് ഹിം അറ്റ് ഫസ്റ്റ്. ആദ്യം നോക്കുമ്പോൾ അയാൾ അന്ന് അപ്സെറ്റായി. ഇത് മാത്രമല്ല, എന്നാൽ പിന്നെ അതും കൂടി ഉണ്ടായിക്കൂടേനോ. ഹി വൺ തിങ്സ് ഈസ് ഡൈങ്. പിന്നെ അയാൾ ഒന്നൊരു ബേജാറായി, ഇത്ര അസുഖം ഉണ്ടോ, ഞാൻ മരിക്കാൻ പോകുന്നേ, ഞാൻ പോവാണ് മരിക്കുക എന്നുള്ള രീതിയിൽ അയാൾ ചിന്തിക്കുകയാണ്. പിന്നീടോ വെറീഡ്, അയാൾ നന്നായിട്ട് ബേജാറായില്ലേ. ഹി വിസിറ്റ്സ് ഹിസ് ഡോക്ടർ. എന്നിട്ട് അയാൾ എന്താക്കുന്നു? തൻ്റെ ഡോക്ടറെ കാണുന്നു. ആൻഡ് ഡ്രമാറ്റിക്കലി സീസ് ഹി ഹാസ് എവറിത്തിങ് എക്സെപ്റ്റ് ഹൗസ് മെയ്ഡ്സ് നീ. വളരെ നാടകീയമായിട്ട് അയാളോട് പറയാണ്, ഡോക്ടറെ, എൻ്റെ ഫ്രണ്ട് കൂടിയാട്ടോ ഡോക്ടർ, എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടറെ, ഇതാ നോക്കി എനിക്കിതാ ലോകത്തുള്ള മുഴുവൻ അസുഖവും ഉണ്ട്. ആ ഹൗസ് മെയ്ഡ്സ് നീ പറഞ്ഞ അസുഖം അല്ലാത്ത എല്ലാ അസുഖവും ഉണ്ട്. മാത്രമല്ല എന്നെ വേണമെങ്കിൽ എന്താക്കാം, ഈ മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആകും. ഞാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്താക്കാം, അവരുടെ ഡിപ്ലോമ കൊടുക്കാം അല്ലേ, അവർക്ക് പെട്ടെന്ന് MBBS ഒക്കെ കിട്ടും. എങ്ങനെ? എന്നെ പഠിച്ചാൽ മതിയല്ലോ, ഹോസ്പിറ്റലിൽ കുറേ കറങ്ങി നടന്നിട്ട് എല്ലാ രോഗത്തെ പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്ക് കിട്ടണമെന്നില്ല, എന്നെ ഒരാളെ നോക്കിയാൽ മതി, എല്ലാ അസുഖവും ഇന്ത്യയിലുണ്ട്. അജാതി വർത്താനം അയാൾ. ഏതായാലും അങ്ങനെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി, ഫ്രണ്ടായിട്ടുള്ള ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞു. ദ ഡോക്ടർ, ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ ഉണ്ടല്ലോ, എക്സാമിൻസ് ഹിം, അയാളെ മൊത്തത്തിലൊന്ന് പരിശോധിച്ചു. ആൻഡ് ഫൈനലി ഗീവ്സ് ഹിം എ പ്രിസ്ക്രിപ്ഷൻ. ഒരു എഴുത്ത് എഴുതി കൊടുത്തു, അതിനുള്ള മരുന്ന് എഴുതി കൊടുത്തു. പ്രിസ്ക്രിപ്ഷൻ, അതാണ് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്, നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അത് എഴുത്ത് എഴുതി കൊടുത്തു. അത് കൊണ്ടുപോയി കഴിച്ചോ എന്നുള്ള രീതിയിൽ ആ മരുന്ന് അപ്പൊ അയാൾ എന്താക്കി പോക്കറ്റിലിട്ടു. വെൻ ദ നരേറ്റർ ടേക്സ് ഇറ്റ് ടു ദ ഫാർമസി. അയാൾ നേരെ മരുന്നാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ഫാർമസിയിൽ പോയി. ഏത് മരുന്നും പീടിയല്ലേ? ഫാർമസി പോയി. ദ കെമിസ്റ്റ് സേസ്, അവിടെയുള്ള ആ ഒരു കെമിസ്റ്റ്, ആ ഒരു മരുന്ന് എടുത്ത് കൊടുക്കുന്ന ആള് പറഞ്ഞു, he cannot help because the prescription is not for medicine. അയാൾ ഈ മരുന്ന് തരുന്ന പറഞ്ഞു. അപ്പൊ ആ ഒരു ഫാർമസിസ്റ്റ് എടുത്തിട്ട് നോക്കാണ്, മരുന്ന് തരാൻ പറ്റില്ല, കാരണം ഇത് മരുന്നല്ല, ഈ പേപ്പറിൽ നിങ്ങളുടെ ഡോക്ടർ എഴുതി തന്നത് മരുന്നിനെ പറ്റിയുള്ള പ്രിസ്ക്രിപ്ഷൻ അല്ല എന്ന് പറഞ്ഞു. ബട്ട് ഫോർ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഒരു ആരോഗ്യപരമായിട്ടുള്ള ജീവിത രീതിക്ക് വേണ്ടിയുള്ള കുറച്ച് അഡ്വൈസുകളാണ് ഈ ഒരു പേപ്പറിൽ ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു അഡ്വൈസ് നോക്കിയാലോ? ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ തന്നെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇത് റിലേറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചോദിച്ചേക്കാം. ഓക്കെ, അതുകൊണ്ട് ഇത് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നമ്മുടെ ഡോക്ടറുടെ ഡയറി ചോദിച്ചേക്കാം.
അതുപോലെ തന്നെ ഡോക്ടറുടെ ലെറ്റർ ചോദിച്ചേക്കാം, അങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു, അത് ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ തന്നെ നമ്മുടെ ജെറോമിൻ്റെ ഒരു ഡയറിയോ ലെറ്ററോ അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ചോ ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റബിൾ ആണ്. സോ ഈ ഒരു ലെറ്ററിൽ ഈ ഒരു പ്രിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ഉണ്ടായെന്ന് നോക്കിയാൽ അതാ പഠിച്ചോ. ഓക്കെ, പ്രിസ്ക്രിപ്ഷൻ പറഞ്ഞതാ ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്, അതായത് ഡയറ്റ് ഫോളോ ചെയ്യുക, അതായത് കുറേ ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ കുറേ ഓരോന്നിനും ഓരോ കണക്കുണ്ടല്ലോ, ആ ഒരു കണക്കനുസരിച്ച് മാത്രം നിങ്ങൾ എന്താക്കുക ഫുഡ് കഴിക്കുക, ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുക, ഷുഗർ കട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്താക്കുക കറക്റ്റായിട്ടുള്ള ആ ഒരു ഫുഡ് കറക്റ്റ് സെറ്റാക്കുക. കുറേ കാർബോഹൈഡ്രേറ്റ്, ചോറ് കുറേ തിന്നു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കൂടും, അങ്ങനെ അത് ചെയ്യാതിരിക്കുക. ഡ്രിങ്ക് വാട്ടർ എവറി ഫ്യൂ ഹവേഴ്സ്, എല്ലാ മണിക്കൂറിലും നമ്മൾ കൂടിയുള്ളൊരു ഉപദേശമാണ് കേട്ടോ, എല്ലാ മണിക്കൂറിലും ഇച്ചിരി വെള്ളം കുടിക്കുക. വാക്ക് 10 miles എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ ഒരു 10 മൈൽ, ഏകദേശം ഒരു 16 കിലോമീറ്ററോളം വരും, അത്രയും കിലോമീറ്റർ എന്താക്കുക ഓടുക. ഓക്കെ, ആരോഗ്യം വേണ്ടേ, എക്സസൈസ് ചെയ്യുക. സ്ലീപ്പ് അറ്റ് 11 PM, 11 മണിയാകുമ്പോഴേക്കും രാത്രി ഉറങ്ങണം. സ്റ്റോപ്പ് worrying about things you don't understand, മനസ്സിലാവാത്ത കാര്യങ്ങൾ പിന്നെ എന്താക്കുക അതിനെ പറ്റിച്ച് ചിന്തിക്കാതിരിക്കുക. ഓക്കെ, ഈ പറഞ്ഞ ഈ ബുക്ക് വായിച്ച് ആരെ ഇവിടെ പോയിട്ട് മ്യൂസിയത്തിൽ പോയിട്ട് ഒരു ബുക്ക് വായിച്ചില്ലേ, ബുക്ക് വായിച്ചിട്ട് അറിയാത്ത കാര്യങ്ങളെ പറ്റി ഇങ്ങനെ വായിച്ച് ബേജാറാവണ്ട, അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട എന്നും പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി ഒരു കൺക്ലൂഷൻ ഉണ്ട്. ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ലേ? യെസ്, വീഡിയോ കംപ്ലീറ്റ് ആയില്ല, ലാസ്റ്റ് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, സെറ്റ്. The narrator follows the advice. അയാൾ ഈ ഒരു പ്രിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ഈ ഒരു അഡ്വൈസ് ഉണ്ടല്ലോ, ഇത്രയും അഡ്വൈസ്, അത് അവരെന്താക്കി ഫോളോ ചെയ്തു. ദ അഡ്വൈസ് ആൻഡ് ഹാപ്പിലി സേസ് ദാറ്റ് ദിസ് സേവ്ഡ് ഹിസ് ലൈഫ്. എന്നിട്ട് അയാൾ ഭയങ്കര സന്തോഷത്തോട് പറയാണ്, എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ തന്ന ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ഈ പ്രിസ്ക്രിപ്ഷനാണ് എൻ്റെ ജീവിതം രക്ഷിച്ചത്, അല്ലെ ഞാനിപ്പോൾ ടെൻഷൻ അടിച്ച് മരിച്ചു പോയനല്ലേ. The story is humorous, ഭയങ്കര കോമഡി കഥയാണിത്. ആൻഡ് ഷോസ് ഹൗ വി സംടൈംസ് ഓവർ തിങ്ക്, നമ്മൾ ചിലപ്പോഴൊക്കെ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. അവൻ എന്നെ പറ്റി എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, ഇവരെന്തായിരിക്കും ചിന്തിക്കുക, സാർ ഞാനിപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചാൽ ചിലപ്പോൾ സാറിപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുക, അങ്ങനെ ഓരോ ചെറിയ കാര്യത്തിനെ പറ്റി ഓവർ തിങ്ക് ചെയ്യുക. അവർ ഹെൽത്ത് പ്രോബ്ലംസ്, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. ചെറിയൊരു പനി വരുമ്പോൾ പിടിച്ചോനെ ക്യാൻസറാണ്, അങ്ങനെ ഓവർ തിങ്ക് ചെയ്യുക, അതൊക്കെ ഒഴിവാക്കുക. തീരെ പിന്നെ പരിഗണിക്കേണ്ടെന്നല്ല, നമ്മൾ എന്താക്കുക അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാത്രം അതിനെ പരിഗണിക്കുക, ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക, സെറ്റാക്കുക, പവറാക്കുക, എക്സാമിന് പവറാക്കുക. നിങ്ങൾക്കിത് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ ഫോർ എ ലൈഫ് എന്നുള്ള ചാപ്റ്ററിനെ പറ്റിയിട്ട് ഒരു ഏകദേശം ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ, സെറ്റാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഏത് ചാപ്റ്ററാണ് ഇങ്ങനെ പറയേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ നേരത്തെ പറഞ്ഞ ഡയറി, അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച്, അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മാത്രമല്ല, നിങ്ങൾക്ക് ഇത്തവണ 6 ചാപ്റ്റേഴ്സ് ആണ്. 1ാമത്തെ യൂണിറ്റിൽ നിന്ന് 3 ചാപ്റ്റർ, 2ാമത്തെ യൂണിറ്റിൽ നിന്ന് 3 ചാപ്റ്റർ. നിങ്ങൾക്ക് ഈ വരുന്ന ഓണം എക്സാമിന് ഇത്രയും ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം മക്കളെ. അതുകൊണ്ട് അതൊക്കെ പഠിച്ചു വെച്ചോ. അതൊക്കെ ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, അതിനെപ്പറ്റി വീഡിയോ ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഭാവം നിങ്ങളുടെ JD സാറ് എങ്ങനെയുണ്ടായിരുന്നു, ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതുപോലത്തെ ഒരു മറ്റൊരു വീഡിയോ കാണാം. എടാ പിന്നുണ്ടല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സ് കുറേ 8ാം ക്ലാസ്സിലെ ഫ്രണ്ട്സ് കുറേ എന്തുണ്ടാവും, പുതിയ സിലബസ് ആയതുകൊണ്ട് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ക്ലാസ് മിസ്സായവരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ക്ലാസ് ഒന്നും മനസ്സിലാത്തവരുണ്ടായിരിക്കും, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ 8ാം ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് ഒരു കണ്ടോളൂ, സെറ്റ് ആയിക്കോളും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്. യു ക്യാൻ ഓൾവേസ് കോൾ മീ JD. ബൈ ബൈ. താങ്ക് യു.